നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. എല്ലാവരും റോസ്റ്റി എന്ന് കേട്ടിട്ടുണ്ടാകും അല്ലേ? ധാരാളം ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് റോസ്റ്റി. അതുകൊണ്ട് തന്നെ റോസ്റ്റി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നറിയാനും എങ്ങനെയാണ് റോസ്റ്റി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നറിയാനുമായിട്ട് വീഡിയോ കാണാം. റോസ്റ്റി തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. റോസാപ്പൂ ദളങ്ങളിൽ പോളിഫിനോൾസും ആന്റി ഓക്സിഡന്റ്സും ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഡാമേജ് ആകുന്നത് തടയും. ഇതിലുള്ള പോളിഫിനോൾസ് ഹൃദ്രോഗ സാധ്യത, ഡയബറ്റീസ്, അമിതവണ്ണം, കോഗ്നിറ്റീവ് ഡിസീസ് എന്നിവ കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. തേനിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആന്റി ഫംഗലും ആന്റി ബാക്ടീരിയലുമായ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങൾ മാറുന്നതിന് ഇത് സഹായിക്കും. തൊണ്ടവേദന മാറാനും ഇത് നല്ലതാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ റോസാപ്പൂവിന്റെ ഇതളുകൾ അതിന്റെ തണ്ടിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക. 2 റോസാപ്പൂവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടിന്റെയും ഇതളുകൾ വേർപെടുത്തുക. ഇനി അടുത്തതായി നമുക്ക് ഇതളുകൾ കഴുകിയെടുക്കണം. 2-3 തവണ കഴുകുന്നത് വളരെ നല്ലതാണ്. ഫ്രഷ് ആയിട്ടുള്ള റോസാപ്പൂ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ കേടാകാതിരിക്കാൻ അതിൽ ചില കെമിക്കൽസ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായി ഇത് കഴുകിയെടുക്കണം. ഇനി കുറച്ചു നേരം ഇത് വെള്ളത്തിൽ തന്നെ വെക്കാനായിട്ട് വിടാം. അടുത്തതായി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റോസാപ്പൂ ഇതളുകൾ ഇട്ടുകൊടുക്കുക. ഇത് നന്നായിട്ട് തിളപ്പിക്കണം. കുറഞ്ഞ തീയിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കാവുന്നതാണ്. ഇവിടെ റോസാപ്പൂ ഇതളുകളുടെ നിറം ചെറുതായി മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. നിറം നന്നായി മാറി വെള്ളത്തിന് ഒരു ചുവപ്പ് നിറമായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇവിടെ നന്നായി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അടുത്തതായി ചൂട് കുറച്ച് ആറിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. തേൻ ഒഴിച്ച ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് ഈ ടീ കിട്ടിയിട്ടുണ്ട്. ഇത് കുടിക്കാവുന്നതാണ്. ഡെയിലി 1 ഗ്ലാസ് റോസ്റ്റ് ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. കഫെയിൻ ഫ്രീ ആണ് ഈ ചായ. അതുകൊണ്ട് തന്നെ കഫെയിൻ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്ഷൻ കൂടിയാണ് റോസ്റ്റ് ടീ. പ്രധാനമായി വെള്ളം ധാരാളമായി ഉപയോഗിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ 1-2 ഗ്ലാസ് റോസ്റ്റ് ടീ കുടിക്കുന്നത് ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടും. വെള്ളം നമ്മെ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ സഹായിക്കും. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് വെയിറ്റ് ലോസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല മെൻസ്ട്രൽ പീരീഡിന് മുൻപും ആ സമയങ്ങളിലും റോസ്റ്റ് ടീ കുടിക്കുന്നത് ആർത്തവ വേദന കുറയ്ക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ സ്ട്രെസ് കുറയാനും റിലാക്സ് ആയിരിക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഈ റോസ്റ്റ് കുടിക്കുന്നത് വഴി സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാൽ സമൃദ്ധമാണ് ഈ റോസ്റ്റ്. അതുകൊണ്ട് തന്നെ ദിവസവും കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. എങ്ങനെയാണ് റോസ്റ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളെന്നും അറിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ റോസ്റ്റ് വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.